ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന കൃതിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമ്മൾ ഇന്ന് നമ്മുടെ 4ാമത്തെ ക്ലാസ്സാണ്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കാനായി ഇവിടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ? 3 ഭഗവത്ഗീതയിലെ 3 അധ്യായങ്ങളെക്കുറിച്ചാണ് നാം ഇതുവരെ ചിന്തിച്ചത്. ഇനി നമുക്ക് ഓരോ അധ്യായത്തിലും എന്താണ് അതിൻ്റെ പേര്, എന്താണ് അതിൽ പറഞ്ഞതെന്നൊന്ന് നമുക്ക് ചുരുക്കത്തിൽ ചിന്തിച്ചിട്ട് നമ്മുടെ ഓർമ്മയൊന്ന് പുതുക്കാം. 1-ാം അധ്യായത്തിൻ്റെ പേര് അർജുന വിഷാദയോഗം. അവിടെ നാം കണ്ടത് യുദ്ധത്തിന് തയ്യാറായ അർജുനൻ യുദ്ധക്കളത്തിൽ വെച്ച് തനിക്ക് വേണ്ടപ്പെട്ടവരെ ശത്രുപക്ഷത്തെ കണ്ടപ്പം അയ്യോ ഇവരൊക്കെ എൻ്റേതാണല്ലോ എന്ന ഒരു അറ്റാച്ച്മെൻറ്റ്, രാഗം, അവരോടൊരു എന്താ പറയുക, എൻ്റേതാണ് എന്നുള്ളത് ആ ഒരു ഭാവത്തിനാണ് പറയുക, രാഗം ഉണ്ടായി. ആ രാഗം വന്നപ്പോൾ വിചാരിച്ചു അയ്യോ ഞാനിവരെയൊക്കെ കൊല്ലണമല്ലോ. അപ്പം ശോകം, സങ്കടം ഉണ്ടായി. അങ്ങനെ സങ്കടം വന്നപ്പം ഞാനിവിടെ എന്തിനാണ് വന്നത്? ധർമ്മം നിലനിർത്താൻ വേണ്ടി യുദ്ധം ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ ആ കാര്യം അർജുനൻ അറിയാതെ മറന്നുപോയി, തിരിച്ചറിയാതെ പോയി. അതാണ് മോഹം, ഡെല്യൂഷൻ. അങ്ങനെ നമ്മൾ അർജുനൻ്റെ രാഗ, ശോക, മോഹം, ഈ 3 കാര്യങ്ങളെ കൊണ്ട് അർജുനന് ചെയ്യേണ്ടത് എന്താണെന്നറിയാതെ, എന്താണ് കർത്തവ്യമെന്നറിയാതെ അങ്ങനെ സങ്കടപ്പെട്ട് കണ്ണുനീരൊഴുക്കി ഇനി എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല, ഞാൻ സന്യാസത്തിനോ കാട്ടിലോ പോകുന്നതാണ് ഭേദം എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന അവസ്ഥയിലാണ് 1-ാം അധ്യായം അവസാനിപ്പിച്ചത്. 2-ാം അധ്യായം സാഖ്യയോഗം എന്ന് പറയുന്നു. സാഖ്യം എന്നാൽ അറിവ് എന്ന് മനസ്സിലാക്കിയാൽ മതി തൽക്കാലം. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ചെറിയ തോതിൽ ജ്ഞാനം നൽകി. ആരാ ശ്രീകൃഷ്ണ ഭഗവാൻ? അർജുനൻ വിചാരിച്ചു അർജുനൻ്റെ സാരഥിയാണ്, അത് നമുക്കൊക്കെ അറിയാം. അർജുനൻ്റെ സുഹൃത്താണ്. അർജുൻ അങ്ങനെ കരുതിയിട്ടുള്ളൂ. ഈശ്വരനാണെന്നുള്ള ഒരു അറിവ് ഈ 1-ാമത്തെ അധ്യായത്തിൽ അർജുനൻ ഉണ്ടായിട്ടില്ല. 2-ാമത്തെ അധ്യായത്തിലാണ് ആ ഒരു അറിവ് വരുന്നത്. അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ചെറിയ വിധത്തിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന മാതിരി ഒരു ജ്ഞാനം, അറിവിനെക്കുറിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? അർജുന, നീ ആരെയും കൊല്ലുന്നില്ല, അത് വിചാരിച്ചിട്ട് സങ്കടപ്പെടണ്ട. ഈ ദേഹം എല്ലാവരുടേതും നശിച്ചു പോകും. ആ നശിക്കാൻ നീ ഒരു കാരണമായി, അതുകൊണ്ട് നീയല്ല കൊല്ലുന്നത്. അങ്ങനെ പല പല ഉപദേശങ്ങളും കൊടുത്തു. അങ്ങനെ ഇത്രയും അറിവുള്ള ആൾക്കാരപ്പോൾ ഉണ്ടോയെന്നൊരു അർജുനന് സംശയമായി. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ തീർച്ചയായിട്ടും ഉണ്ട്, അവരെക്കുറിച്ച് അറിയണമെന്ന് അപ്പം അർജുനൻ പറഞ്ഞു. അങ്ങനെ അർജുനന് ആ സ്ഥിതപ്രജ്ഞൻ, അങ്ങനെ അറിവുള്ളവരെ പറയുന്ന പേരാണ് സ്ഥിതപ്രജ്ഞൻ. ഓർമ്മിക്കാൻ പറ്റുമെങ്കിലൊക്കെ ഈ വാക്കുകൾ ഓർമ്മിച്ചാൽ മതി. അതായത് നല്ല ബുദ്ധി ഉറച്ച ആൾ, അത് അത്രേ മനസ്സിലാക്കണ്ടോ.
അവരുടെ എന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ 3-ാമത്തെ അധ്യായത്തിൽ ഇപ്പം നിന്നോട് യുദ്ധം ചെയ്യണം, അതാണല്ലോ കർത്തവ്യം. അപ്പം അവിടെ എന്താണ് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കർമ്മമാണ്, പ്രവൃത്തിയാണ്. പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് കർമ്മം. അപ്പം അർജുനന് ഈ കർത്തവ്യത്തിനെ പറ്റി, അതായത് ഈ കർമ്മത്തിനെ പറ്റി അറിവില്ലാത്തത് കൊണ്ടാണ് അർജുനൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് തോന്നിയ ഭഗവാൻ 3-ാമത്തെ അധ്യായത്തിൽ കർമ്മത്തിനെ പറ്റിയാണ് പറയുന്നത്. എങ്ങനെയാണ് പ്രവൃത്തികൾ ചെയ്യുന്നത്, എന്താണ് കർമ്മം, അതുകൊണ്ട് ആ അധ്യായത്തിൽ കർമ്മയോഗം, കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, അതിൻ്റെ രഹസ്യം, അതിൻ്റെ നിയമങ്ങൾ, അതൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്. ഇനി നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് ഇവിടെ പ്രവേശിക്കുകയാണ്. പടിപടിയായിട്ട് കൂടുതൽ കാര്യങ്ങൾ അർജുനനെ മനസ്സിലാക്കുകയാണ്. ഇവിടെ നമ്മൾ വേറൊരു കാര്യവും കൂടെ മനസ്സിലാക്കണം. അർജുനനെ മനസ്സിലാക്കുന്നു കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഓരോ അർജുനന്മാരാണ്. അർജുനൻ്റെ സ്ഥിതിയിലാണ് നമ്മൾക്കും കൃഷ്ണൻ പറഞ്ഞു തരുന്നത്. എങ്ങനെയാണോ അർജുനൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പം ഒന്ന് നല്ലപോലെ ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും, കാര്യങ്ങൾ പിടികിട്ടും. അപ്പം 3-ാം അധ്യായത്തിൽ പറഞ്ഞു കർമ്മം എങ്ങനെ ചെയ്യണം. സ്വന്തം സുഖത്തിന് ലാഭത്തിന് വേണ്ടി മാത്രം ചെയ്താൽ അത് ദോഷമാണ്. അതുമാതിരി ബാക്കിയുള്ളവർ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ അറിയുന്നവർ കർമ്മങ്ങൾ ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് നല്ല മാതൃകയായിട്ട് തീരണം. അങ്ങനെ പല കാര്യങ്ങളും കർമ്മത്തിനെക്കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് വേറെ, അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇത്രയും നമ്മൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? നമ്മൾ കർമ്മം ചെയ്യുന്നത് നമുക്ക് വേണ്ടി മാത്രമാവരുത്. സ്വന്തം നന്മയ്ക്ക്, സ്വന്തം നന്മ വേണം, അതോടൊപ്പം ബാക്കി എല്ലാവരുടെയും നന്മയെ കൂടി നമ്മൾ ലക്ഷ്യമാക്കണം. പിന്നെ അതിലും കൂടുതൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഒരു ഉറുമ്പിനെ പോലും നമ്മൾ വേദനിപ്പിക്കരുത്. നിങ്ങൾ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെക്കുറിച്ച് അറിയണം. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഒരു ഉറുമ്പിനെ കൂടെ വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം, ഒരു കൃതി എഴുതിയിട്ടുണ്ട്, അനുകമ്പ ദശകം. അത് ആരെയും വേദനിപ്പിക്കരുത്, അതാണ് കാര്യം. ഈ ഒരു അറിവിനാണ് ഞാനെന്ന് പറയണത്. അപ്പം നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ എന്താ വേണ്ടത്? ആ പ്രവൃത്തി ചെയ്യണം, എങ്ങനെ ശരിയായി ചെയ്യണം എന്ന അറിവ്. അതുകൊണ്ടാണ് ആ അറിവിന് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ശരിയായ അറിവിലൂടെ നമ്മൾ ആ കർമ്മം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സൊക്കെ നല്ല ശുദ്ധമായിരിക്കും. നമുക്ക് പിന്നെ ചീത്ത വിചാരങ്ങളൊന്നും വരില്ല. അങ്ങനെ ശുദ്ധമായ മനസ്സോടുകൂടെ ചെയ്യുമ്പം വാസ്തവത്തിൽ നമ്മൾ കർമ്മത്തിന് ചെയ്യാതിരിക്കുന്ന മാതിരി, അതായത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി കർമ്മം ചെയ്യാതിരിക്കുന്നത്, അതാണ് കർമ്മത്തിനെ ത്യജിക്കുന്നത്. അതാണ് ഉപേക്ഷിക്കേണ്ടത്. അപ്പോൾ ആ ഉപേക്ഷിക്കുന്നതിനാണ് പറയണത് സന്യാസം, ഉപേക്ഷിക്കുക. അപ്പോൾ സന്യാസിമാർക്ക് എന്താ പേര് വരാൻ കാരണം? അവർ ഭൗതിക, അതായത് ഈ ലോകത്തിലുള്ള പല പല സുഖങ്ങളെയെല്ലാം വിട്ടിട്ടാണ് അവർ ആ സന്യാസമാർഗത്ത് പോയി ജ്ഞാനമാർഗത്ത് പോയി എത്തിയിരിക്കുന്നത്. പിന്നെ വെറുതെ കർമ്മം ചെയ്യലല്ല കർമ്മസന്യാസം. വെറുതെ ഒന്നും ചെയ്യാതിരുന്നുകൊണ്ട് കാര്യമില്ല, അത് മടിയൻ്റെ ലക്ഷണമാണ്. നമുക്ക് ജീവിക്കണം, നന്നായിട്ട് ജീവിക്കണം, അതാണ് നമ്മളുടെ ലക്ഷ്യം. ധാർമ്മിക വഴിയിൽ കൂടെ ജീവിക്കണം. അതാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. അതിനു വേണ്ടി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ് ഇപ്പം അറിയേണ്ടത്. അത് കഴിഞ്ഞ് കൂടുതൽ മുന്നോട്ട് പോകുമ്പം
വേറെയും പല ലക്ഷ്യങ്ങളും ജീവിതത്തിനുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ കർമ്മത്തിൽ ഒരു ആഗ്രഹം വെച്ചിട്ട് ചെയ്യാൻ പാടില്ല. അതായത് എനിക്ക് വേണ്ടി ചെയ്യണം, എൻ്റെ ആൾക്കാർക്ക് വേറെ ആൾക്കാർക്കും കിട്ടരുത്, അങ്ങനെയുള്ള ഒരു മനോഭാവവും പാടില്ല. അതുകൊണ്ട് തന്നെ ഈ 4-ാമത്തെ അധ്യായത്തിൻ്റെ പേര് ജ്ഞാന കർമ്മ സന്യാസ യോഗം. അതായത് ജ്ഞാനത്തിലൂടെ കർമ്മ എങ്ങനെയാണ് സന്യസിക്കുക, അതായത് ഉപേക്ഷിക്കുക, എങ്ങനെ ഈശ്വരപ്രാപ്തി വരും, അതാണ് ഈ 4-ാം അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. അപ്പം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അർജുനൊരു സംശയം വരും. കൃഷ്ണൻ തന്നെ യുദ്ധം ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അതേ സമയത്ത് കൃഷ്ണൻ പറയുന്നുണ്ട്, കർമ്മത്തിൽ നിന്ന് നീ കർമ്മത്തിൽ നിന്ന് നീ മുക്തനാകണം. മുക്തനാകണം എന്ന് പറഞ്ഞാൽ ഫ്രീ ആകുക, കർമ്മം ചെയ്യാതിരിക്കുക. അപ്പം അത് രണ്ടും കൂടെ ശരിയാകുന്നില്ലല്ലോ. അപ്പോൾ അർജുനന് അത് ശരിക്കും മനസ്സിലായില്ല, അതാണ് കാരണം. അപ്പം കൃഷ്ണനോട് പറയാണ്, ഒന്നെനിക്ക് പറഞ്ഞു തരൂ, എന്താണ് ശരിയായ വഴി? ശരിയായ വഴി ഏതെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ, എനിക്കല്ലാതെ കൺഫ്യൂഷനാണ്. നമുക്കും അങ്ങനെ തന്നെയല്ലേ? എപ്പോഴും രണ്ടുണ്ടാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്. നമുക്കതിൽ ഒന്നിനെ മാത്രം തിരഞ്ഞെടുക്കണം. അതാണ് നമ്മുടെ വിവേകവും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ അർജുനൻ ചോദിക്കുന്നത്. അപ്പോൾ അർജുനൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഇന്ന വഴിയാണെന്ന് പറയുകയല്ല ചെയ്യുന്നത്. അവിടെ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ ഈ ഒരു അറിവിനെക്കുറിച്ച് വളരെ വളരെ മുമ്പ് തന്നെ ഞാൻ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കാണ് ഉപദേശിച്ചിരിക്കുന്നത്? ആദ്യം ഞാൻ നമ്മുടെ സൂര്യഭഗവാനാണ് ഉപദേശിച്ചത്. അങ്ങനെ സൂര്യൻ എന്ത് ചെയ്തു? സൂര്യഭഗവാന്റെ മകനാണ് മനു. സൂര്യൻ തൻ്റെ മകനായ മനു തൻ്റെ മകനായ ഇക്ഷ്വാകുവിന് അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഈ രാജാക്കന്മാർക്കൊക്കെ ഈ ജ്ഞാനമുണ്ടായി. അപ്പോൾ അവർക്ക് ജ്ഞാനമുണ്ടാകുമ്പം ഒരു ജ്ഞാനിയായിത്തീർന്ന രാജാവിന് പറയുന്ന പേരാണ് രാജർഷി. പക്ഷെ എന്ത് പറ്റി? കൃഷ്ണൻ തന്നെ പറയുക, കാലക്രമത്തിൽ ഈ ജ്ഞാനം, ഈ അറിവ് എല്ലാവരും മറന്നുപോയി. അല്ലെങ്കിൽ എല്ലാവരും ഈ അറിവിനെക്കുറിച്ച് അറിവില്ലാത്തവരായി തീർന്നു. അതുകൊണ്ട് അതാണ് കൃഷ്ണൻ പറഞ്ഞത്. അപ്പം പെട്ടെന്ന് അർജുനനൊരു സംശയം തോന്നി. അല്ല കൃഷ്ണ, നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ഇപ്പം അല്ലേ, നീ കുറച്ച് മൂത്തതാണ് എങ്കിലും അന്നത്തെ കാലത്ത് നീ ജീവിച്ചു എന്ന് പറയണതിൽ എനിക്കെങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റണത്? അതെങ്ങനെയാണ് ശരിയാകുക? അപ്പം ഭഗവാൻ പറയുകയാണ്, അപ്പോഴാണ് ഭഗവാൻ ഒരു വലിയ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അർജുനൻ അതുവരെ അറിയാത്ത, നമുക്കും അറിയില്ല. എല്ലാവർക്കും കുറേ ജന്മങ്ങളുണ്ട്. നിങ്ങളൊക്കെ ഇവിടെ ഈ കുട്ടികളായിട്ട് ഇപ്പം ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ അർജുനനോട് പറഞ്ഞു, നിനക്കും എനിക്കും ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ എന്താ വ്യത്യാസം? നിനക്ക് ആ ജന്മങ്ങളെ പറ്റിയൊന്നും ഓർമ്മയില്ല. ഞാൻ പരമാത്മാവാണ്, അതുകൊണ്ട് എനിക്ക് എൻ്റെ എല്ലാ ജന്മങ്ങളും ഞാൻ ഓർക്കുന്നു. അതാണ് വ്യത്യാസം ഈശ്വരനും ജീവനും തമ്മിലുള്ള. ഇപ്പം ഈശ്വരനെ എല്ലാം അറിയുന്ന ആളാണ്, എല്ലാ അറിവും ഉണ്ട്. അപ്പോൾ അങ്ങനെ പറയാണ്, എൻ്റെ അവതാരങ്ങളൊക്കെ ഇങ്ങനെ അറിയുന്ന ആൾ ഇങ്ങനെ ഒരു അധർമ്മം ഒരിക്കലും ചെയ്യില്ല. പിന്നെ വീണ്ടും പറയുക അവിടെ വളരെ ഭംഗിയായിട്ട്, എപ്പോഴ് ഈ അധർമ്മങ്ങൾ നമ്മുടെ സമുദായത്തിൽ വർദ്ധിക്കുന്നു അപ്പോഴൊക്കെ ഞാൻ അവതരിക്കും പല രൂപത്തിൽ. ഏത് രൂപത്തിലാണെന്നറിയില്ല. എന്നിട്ട് ആ അധർമ്മത്തെ ഇല്ലാതാക്കും. അത്
വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും ഈ ശ്ലോകം. എന്താണ് ആ ശ്ലോകം? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എപ്പോഴെപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് ക്ഷയം വരുന്നത്, ധർമ്മം ഇല്ലാണ്ടായിത്തീരുന്നത്, ആൾക്കാർ വേണ്ടാത്തതൊക്കെ ചെയ്യുന്നത്, ആ സമയത്ത് ഞാൻ തന്നെ എന്നെ അവതരിപ്പിക്കും. അങ്ങനെ അതാണ് അവതാരം എന്ന് പറയണത്. അപ്പം നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കണം. പല അവതാരങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ കേൾക്കുമ്പം നിങ്ങൾക്ക് ഈ കാര്യം ഓർമ്മ വരണം, മനസ്സിലാവും, ഇതാണ് അവതാരം. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ പറയാണ്, ഞാൻ ഇവിടെ നമുക്ക് സുഖമായിട്ട് ഈ ജീവിതം, ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ 4 വർണ്ണങ്ങളുണ്ട്. വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ 4 തരം ആൾക്കാർ. അവിടെ കൃഷ്ണൻ പറയാണ്, അതും എൻ്റെ തന്നെ സൃഷ്ടിയാണ്. 4 തരം ആൾക്കാർ. അവരുടെ ഈ 4 തരം ആൾക്കാരും ഈ ലോകത്തിൽ ആവശ്യമാണ്. അപ്പോൾ ആരൊക്കെയാണ് അവർ? ബ്രാഹ്മണന്മാർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഇതിലിപ്പോൾ ഈ 4 തരം, ഒന്ന് വളരെ മേന്മയുള്ളത് അല്ലെങ്കിൽ മറ്റത് വളരെ മേന്മ കുറഞ്ഞത്, അങ്ങനത്തെ അർത്ഥത്തിൽ ഒരിക്കലും മനസ്സിലാക്കരുത്. അങ്ങനത്തെ അർത്ഥത്തിൽ ശരിയായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഈ അടിപിടി, യുദ്ധങ്ങൾ എല്ലാം ഉണ്ടാകുന്നത്. വിവിധ മതങ്ങളിലുള്ള ആൾക്കാർ അന്യോന്യം വെറുക്കുന്നത്, അന്യോന്യം എന്താ പറയുക, കൊല്ലുന്നത്, ഇതൊക്കെ ഇതിനെക്കുറിച്ചിട്ടുള്ള ശരിയായ ധാരണയില്ലാത്തത് കൊണ്ടാണ്, അറിവില്ലാത്തത് കൊണ്ടാണ്. അപ്പം നമുക്ക് ഇപ്പം എങ്ങനെയാണ് ഇവരെ മനസ്സിലാക്കുന്നത്? അതായത് എല്ലാവർക്കും എല്ലാത്തിലും ഇഷ്ടം ഉണ്ടാവില്ല, അല്ലേ? ഇപ്പം കുട്ടികളുടെ, നമ്മുടെ കാര്യത്തിൽ തന്നെ കുട്ടികളൊക്കെ പല കുട്ടികൾക്കും പലതിലായിരിക്കും അവർക്കുള്ള ഇൻട്രസ്റ്റ്. അപ്പോൾ അവർ വലുതായി കഴിഞ്ഞാൽ ചിലവർക്ക് പഠിപ്പിക്കാനായിരിക്കും ഇഷ്ടം. മറ്റു കുട്ടികളെ പഠിപ്പിക്കണം, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കാനറിയാം, അവർക്ക് ആ പറഞ്ഞു കൊടുക്കാനുള്ള അറിവും ഉണ്ട്, അതും വേണം. അപ്പോൾ അവർ കൂടുതൽ അറിവ് നേടി പലതിനെക്കുറിച്ചും അറിഞ്ഞ് അതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. പക്ഷെ അവർ മാത്രമുള്ളത് ആയതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സമൂഹം മുന്നോട്ട് പോവോ? ഇല്ല. സമൂഹത്തിൽ നല്ല നീതി വേണം, ന്യായം, അതായത് ഒരു ഓർഡറൊക്കെ വേണം. അല്ലെങ്കിൽ എല്ലാവരും അന്യോന്യം അടിപിടി കൂടിയാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ലോ ആൻഡ് ഓർഡർ ഒക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യാൻ ചിലവർക്ക് നല്ലൊരു കഴിവുണ്ടാകും. ഇപ്പോൾ ഒരു സ്കൂൾ ലീഡറാകുമ്പോൾ, ക്ലാസ്സിൽ ലീഡറാകുമ്പോൾ ചിലവർക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനാണ് ഇഷ്ടം. അവർ പഠിച്ചത് അവർക്ക് നല്ല ഭംഗിയായിട്ട് ബാക്കിയുള്ള സഹപാഠികൾക്ക് പറഞ്ഞു കൊടുക്കാനറിയാം. ബട്ട് ചില കുട്ടികൾ എന്താണ്, ക്ലാസ്സിനെ നല്ല അച്ചടക്കത്തോടു കൂടെ നടത്താൻ, ക്ലാസ് ലീഡർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. പിന്നെ നമുക്ക് വേണ്ടത് എന്താ? അത് മതിയോ? നമ്മൾക്ക് ഭക്ഷണം വേണം, നമുക്ക് നമ്മുടെ ദിനചര്യകളൊക്കെ നടത്തണം. അതിന് നമ്മൾ കച്ചവടം, കൃഷി, പശുക്കളെയൊക്കെ നോക്കണം, പല കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്യുന്നവരാണ് വൈശ്യന്മാർ. ഇനിയിപ്പോൾ ഇവർ മാത്രം ചെയ്താൽ മതിയോ? ഈ പല പണികളൊക്കെ ചെയ്യണ്ടേ? അപ്പോൾ അതെ, ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ആരെയാണ് സഹായിക്കേണ്ടത്? ഞാൻ തയ്യാറാണ്. അങ്ങനെ ആ തയ്യാറാകുന്ന മനോഭാവത്തോടു കൂടി വന്ന് ചെയ്യുന്ന ആൾക്കാരാണ്
ശൂദ്രന്മാർ. അതുകൊണ്ട് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെന്ത് ചെയ്യാനും തയ്യാറാണ്, ഏത് വിധത്തിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും തയ്യാറാണ്. അങ്ങനത്തെ ആൾക്കാരും വേണം. അതിപ്പം ഈ 4 ഗുണങ്ങളും നമ്മളുടെ തന്നെ മാറി മാറി നമുക്ക് വരും, നമുക്ക് ചെയ്യാം. പക്ഷേ എങ്കിലും നമ്മളൊരു തൊഴിലൊക്കെ എടുക്കുമ്പം ഇതിനനുസരിച്ചിട്ടുള്ള തൊഴിൽ എടുക്കണം. ഇത് ചുരുക്കത്തിൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കണം. ഇനി വലുതാകുമ്പോൾ ഇതിനെക്കുറിച്ച് നല്ലപോലെ ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണിത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഈ അധ്യായം പറയുന്നത് ഭഗവാൻ ഒന്നുകൂടെ എല്ലാ നമ്മൾ ചെയ്യുന്ന കർത്തവ്യങ്ങളും യജ്ഞരൂപത്തിൽ ചെയ്യണം. ഇവിടെ യജ്ഞം എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം ഈശ്വരനായിട്ട് സമർപ്പിക്കുന്ന ഒരു പ്രവൃത്തിക്കാണ് യജ്ഞം എന്ന് പറയണത്. ഏത് പ്രവൃത്തിയും ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട്. അപ്പോൾ ഈശ്വരന് സമർപ്പിക്കുമ്പം എന്താ നമ്മൾ എന്തൊക്കെയാണ് ഗുണമുള്ളത്? ഒന്ന്, നമ്മളുടെ ഏറ്റവും നല്ല പ്രവൃത്തിയായിരിക്കും ചെയ്യുക. ചീത്ത പ്രവൃത്തി ആരെങ്കിലും ചെയ്തിട്ട് അത് ഞാൻ ഈശ്വരന് വേണ്ടിയിട്ടെന്ന് പറയുമോ? ഇല്ല. അപ്പം നമ്മുടെ നല്ല പ്രവൃത്തികൾ, അപ്പം നിങ്ങളും അതെ, നിങ്ങളുടെ പ്രവൃത്തി എന്താ? നന്നായി പഠിക്കുക, നല്ല ധർമ്മങ്ങളെപ്പറ്റിയൊക്കെ ധാർമ്മികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക, എല്ലാവരെയും ആദരിക്കുക, എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക. അപ്പോൾ ഇതെല്ലാം ഒരു ഈശ്വരന് ചെയ്യുന്ന ഒരു കർമ്മമായിട്ട് നിങ്ങൾ വിചാരിച്ചാൽ അതൊരു യജ്ഞമായി. അപ്പോൾ അങ്ങനെ ആ യജ്ഞ മനോഭാവത്തിൽ നമ്മളെല്ലാം ചെയ്യണം. ഞാൻ ചെയ്യുന്ന ഇതെനിക്ക് ചെയ്യാൻ പറ്റും, ഇത് ഞാനാ ചെയ്തത്, ആ ഭാവം വരരുത്. ഇതിപ്പോൾ ആരാണ് ഇത്ര ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്? അപ്പം നമ്മുടെ മനസ്സിലെന്താ? ഞാനാണ് ചെയ്തത്. അത് സാധാരണ വരേണ്ടതാണ്. അത് വന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. പക്ഷേ വന്നു കഴിഞ്ഞതിൻ്റെ ശേഷം പറയുക, ശരിക്കും ഞാനാണോ ചെയ്തത്? ഞാൻ ഭഗവാന് വേണ്ടി, ഭഗവാനാണ് എനിക്ക് ആ ശക്തി തന്നത് ചെയ്യാൻ. അപ്പോൾ ആരാ ചെയ്തത്? അത് ഭഗവാൻ. അങ്ങനെ ആലോചിക്കണം. ആരാ നമുക്കിതിനൊക്കെ ശക്തി തന്നത്? അത് ഭഗവാനാണ്. അപ്പോൾ അത് ഭഗവാൻ അർപ്പിക്കുക. ഇപ്പം നമുക്ക് ഇത്ര പഠിക്കാനുള്ള സൗകര്യം എല്ലാം തന്നു. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും തന്നു. ഇത്ര ഇതാണ്, അവരൊക്കെ നല്ലതാണ്. പക്ഷേ അവർക്ക് ആരാ ഈ ശക്തി കൊടുത്തത്? ഭഗവാൻ. അവരുടെ നല്ല കർമ്മങ്ങൾ കൊണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്നത് എല്ലാം നമ്മളാണെന്ന് ആദ്യം അഭിമാനം കൊള്ളുന്നതിലൊരു തെറ്റില്ല. പക്ഷേ ആ അഭിമാനം കൊണ്ട് കഴിഞ്ഞ ശേഷം ഒന്ന് ആലോചിക്കുക, ശരിക്കും ഞാനാണോ അഭിമാനിക്കേണ്ടത്? അല്ല ഇതിന് ശക്തി തന്ന ഈശ്വരനാണോ? അങ്ങനെ ഈശ്വരന് അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, അതാണ് യജ്ഞം. അങ്ങനെ ഇവിടെ ഒരുപാട് യജ്ഞത്തിനെ പറ്റി പറഞ്ഞ്, അങ്ങനെ നമുക്ക് ഈശ്വരനോട് വലിയൊരു യജ്ഞത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് ജ്ഞാനയജ്ഞം. അപ്പം നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഈ ഭഗവത്ഗീതയെക്കുറിച്ച് കേൾക്കുന്നത് ഇതൊരു ജ്ഞാനയജ്ഞമാണ്. നിങ്ങൾ അറിയണം. ഇത് ഭഗവാൻ തന്ന അറിവ് ഞങ്ങൾക്കും അറിയണം. അതിനായിട്ട് ശ്രദ്ധിക്കുന്നത് അതൊരു ജ്ഞാനയജ്ഞമാണ്. ഇങ്ങനെ വേണം നമുക്ക് യജ്ഞത്തെ മനസ്സിലാക്കാൻ. അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കർമ്മത്തിൽ കുടുങ്ങിപ്പോവില്ല. നമ്മൾ കർമ്മം ഉപേക്ഷിച്ചതിന് തുല്യമായിരിക്കും. അപ്പം അങ്ങനെയാണ് ഈ ലോകത്തിലെ ജ്ഞാനിമാരൊക്കെ. അവർ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അവർ കർമ്മത്തിലൊന്നും ഞാനാണ് ചെയ്യുന്നതെന്നുള്ള അഭിമാനം ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് ഇപ്പോഴേ വളർത്തിക്കൊണ്ടുവരാം. അതാണ് ഈ ഭഗവത്ഗീത മുതലായ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുമ്പം ഉള്ള നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം. ഇത് മനസ്സിലായല്ലോ? ഇനി നമുക്ക് 5-ാമത്തെ
അധ്യായം അടുത്ത ക്ലാസ്സിൽ. ഓരോ അധ്യായത്തിലേക്ക് പോകുമ്പോഴും നിങ്ങൾ ബാക്കിയുള്ള അധ്യായങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കണം. എങ്കിലും മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകുമ്പം ശരിയായി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സ്നേഹത്തോടെ.